ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം വീണ്ടും ഒരിക്കൽ കൂടെ ചേർന്ന് വരുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന ഈ വിഷയത്തിൻ്റെ തുടർച്ചയായുള്ള ഒരു ക്ലാസ്സിലാണ് നാം ഇന്നായിരിക്കുന്നത്. സമാഗമന കൂടാരം എന്ന ആ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങൾ ഓരോന്നായി നാം പഠിച്ചു പോരുകയാണ്. അതിൽ ഒന്നാമത്തെ ഉപകരണമായ യാഗപീഠത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗങ്ങൾ ഏതെല്ലാം എന്നുകൂടെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് പോരുകയാണ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഹോമയാഗം എന്ന ഒന്നാമത്തെ യാഗത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചു പോരുന്നത്. ഹോമയാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുഴുവനും നാം കാണുന്നുണ്ട്. ഹോമയാഗത്തിൻ്റെ പ്രമാണങ്ങൾ, ഹോമയാഗത്തിനായി ഉപയോഗിക്കുന്ന യാഗമൃഗങ്ങൾ, അതിൻ്റെ 3 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ കന്നുകാലികളിൽ ഒന്നിന് യാഗം കഴിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് അതിന് യാഗം കഴിക്കേണ്ടത് എന്ന് വീണ്ടും ലേവ്യ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ ആട്ടിൻകൂട്ടത്തിലെ ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ എങ്ങനെയാണ് അതിന് യാഗം അർപ്പിക്കേണ്ടത്. വീണ്ടും ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളാണ്. പർവ്വജാതികളിൽ ഒന്നിനെയാണ് ഹോമയാഗം കഴിക്കുന്നത് എങ്കിൽ യാഗവസ്തു ഒന്നുകിൽ കന്നുകാലികളെ യാഗമർപ്പിക്കാം, കാള യാഗമർപ്പിക്കാം, അല്ലെങ്കിൽ ആടുകളെ യാഗമർപ്പിക്കാം, അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഇനിയും പക്ഷികളെ യാഗമർപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ 14 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞു കളയണം. അതിന്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീറിടുന്ന സ്ഥലത്തിടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പർവ്വജാതികളിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. കുറുപ്രാവിനെ യാഗമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ഈ കുറുപ്രാവ് കാണിക്കുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ യാഗങ്ങളെല്ലാം ക്രിസ്തുവിനെയാണ് ചൂണ്ടി നിൽക്കുന്നത്. ക്രിസ്തുവിനെ ചൂണ്ടി നിൽക്കുകയാണ് യാഗങ്ങളെല്ലാം. യാഗമൃഗങ്ങളും യാഗം അർപ്പിക്കുന്നതുമെല്ലാം മുഴുവൻ ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴലാണ് പഴയ നിയമയാഗങ്ങളെല്ലാം. പഴയ നിയമയാഗങ്ങളുടെ പൂർത്തി
ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാവ് എന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ട് സഹായമറ്റ് ദൈവത്തോട് നിലവിളിക്കുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവസ്ഥയെയാണ് സദൃശീകരിക്കുന്നത്. സഹായമറ്റ് സങ്കടപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവസ്ഥയെ കാണിക്കുകയാണ്. ഓർക്കണം, ക്രിസ്തു സങ്കടപ്പെട്ട് കരഞ്ഞു, സഹായമറ്റ് ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 11 വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 59:11. ഞങ്ങൾ എല്ലാവരും കരടികളെ പോലെ അലറുന്നു, പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല, രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. 22 സങ്കീർത്തനം 1 വാക്യം കുറുകിക്കരയുന്ന അവസ്ഥയാണ് കാണുന്നത്. 22 സങ്കീർത്തനം 1 വാക്യം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? 22 സങ്കീർത്തനം മുഴുവൻ ക്രിസ്തുവിൻ്റെ ആ അതിദാരുണമായ ദയനീയമായ നിലവിളിയ ശബ്ദമാണ് കേൾക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രാവിനെ പോലെ സഹായമറ്റ് നിലവിളിക്കുകയാണ്. എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എബ്രായ ലേഖനം 5 അധ്യായം 7 വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 7 വാക്യം, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ക്രിസ്തു നിലവിളിക്കുകയാണ്. ഓർക്കണം, ക്രിസ്തു ക്രൂശിൽ കയറാതെ ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ ശത്രു പലവട്ടം പണിപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മാറ്റിക്കിട്ടുവാൻ. ഓർക്കണം, നമ്മുടെ കർത്താവ് വന്നത് ക്രൂശിക്കപ്പെടാൻ വന്നവനാണ്. മനസ്സോടെ മരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നവനാണ്. എന്നാൽ കുരിശിൽ കയറാതെ തകർത്ത് കളയുവാൻ ശത്രു വളരെയേറെ ശ്രമിച്ചു. ഉൽപ്പത്തി മുതൽ നാം പഠിച്ചാൽ ക്രിസ്തു വന്ന് പിറക്കുവാനുള്ള വഴികളെല്ലാം തടയുവാൻ ശ്രമിക്കുന്നുണ്ട്. വഴികളെല്ലാം തടയുവാൻ പലവട്ടം ശത്രു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ താൻ രക്തം വിയർപ്പാക്കി ആ ഗത്സമനയിൽ രക്തം വിയർപ്പാക്കി ശത്രുവിനോട് ഏറ്റുമുട്ടുകയാണ്. വായിക്കുന്നത് പെട്ടെന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ സഹായിച്ചു എന്നാണ്. ലൂക്കോസ് 22:41 മുതൽ 44 വരെ നമുക്കിത് വായിക്കാം. ലൂക്കോസ് 22:41 മുതൽ 44 വരെ സഹായമറ്റ് ഒരു പ്രാവിനെ പോലെ കുറുകി കരയുന്നതായ ക്രിസ്തുവിൻ്റെ ആ അവസ്ഥയെ നാം കാണുകയാണ്. ദൈവത്തോട് നിലവിളിക്കുന്ന
ക്രിസ്തുവിൻ്റെ മനുഷ്യാവസ്ഥ. ലൂക്കോസ് 22:41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അതിവേദനയോടെ നിലവിളിക്കുകയാണ്. പ്രാവിനെ പോലെ കുറുകി കുറുകി കരയുകയാണ്. തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് യാചിക്കുകയാണ്. ശത്രുവിന് നന്നേ ഉള്ളൂ ക്രൂസ് ഒഴിവായി കിട്ടുക, ക്രൂസിൽ കയറാതെ ക്രിസ്തുവിനെ തകർത്ത് കളയുക. ക്രിസ്തു വന്നത് കുരിശിൽ കയറുവാനാണ്, നമ്മെ രക്ഷിക്കുവാനാണ് ക്രിസ്തു വന്നത്. നമ്മെ വിലയ്ക്ക് വാങ്ങുവാനാണ് ക്രിസ്തു വന്നത്. കർത്താവ് വന്നത് ഗത്സമനയിൽ മരിക്കാനല്ല വന്നത്, ക്രൂസിൽ മരിക്കാനാണ് വന്നത്. ഗത്സമനയിൽ മരിക്കാനല്ല ക്രിസ്തു വന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മരണം ഏറ്റുവാങ്ങുവാനാണ്. ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ സഹായിച്ചു. അവൻ നിലവിളിച്ച് വിടുതൽ പ്രാപിച്ച് കാൽവറിയിലേക്ക് കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രാവിനെ പോലെ കുറുകി കുറുകി കരഞ്ഞു. ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യ കാര്യങ്ങളിൽ പഴയതും പഠിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഒരു രാജാവിനെ കാണുന്നുണ്ട്. നമുക്ക് 38-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 38:14 നമുക്കൊന്ന് വായിക്കാം. ഹിസ്കിയ രാജാവ് തൻ്റെ കഷ്ടത്തിൽ, തൻ്റെ ഞെരുക്കത്തിൽ, അവൻ്റെ രോഗക്കട്ടിലിൽ അവൻ തിരിഞ്ഞു കിടന്ന്, ചുവരോട് തിരിഞ്ഞു കിടന്ന് ഏങ്ങിപ്പൊട്ടി കുറുകി കുറുകി കരയുകയാണ്. 38:14. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇട നൽകണമേ. അവിടെ ഹിസ്കിയ രാജാവ് തൻ്റെ കഷ്ടത്തിൽ, ഞെരുക്കത്തിൽ അവൻ തിരിഞ്ഞു കിടന്ന് ഏങ്ങിപ്പൊട്ടി കുറുകി കുറുകി കരഞ്ഞു. അവൻ രാജാവാണ്, നല്ല അഭിമാനിയും അന്തസ്സുള്ളവനുമായ ഒരു രാജാവാണ്. എന്നാൽ ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നതായ സമയത്ത് അവനൊന്നും കണക്കിടാതെ, ലജ്ജ കൂടാതെ, അവൻ അഭിമാനിയാണ്, രാജാവാണെന്ന് നോക്കാതെ വാവിട്ട് കരയുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അവൻ നമുക്കടുത്ത് വരുന്നവനാണ്. നാം ലജ്ജിക്കരുത്. നമ്മുടെ അന്തസ്സ് നോക്കിയല്ല, അഭിമാനം നോക്കിയല്ല, എല്ലാം താഴെ വെച്ചിട്ട് നാം ലജ്ജിക്കരുത്. ആരുടെ മുമ്പിലാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു അവൻ എൻ്റെ രക്ഷകനാണ് എന്ന് പറയുവാൻ നാം ലജ്ജിക്കരുത്. അവിടെ ലജ്ജ കൂടാതെ വാവിട്ട് കരഞ്ഞവൻ്റെ ആയുസ്സാണ് ദൈവം നീട്ടിക്കൊടുത്തത്. ദൈവസന്നിധിയിൽ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. ക്രിസ്തു പ്രാവിനെ പോലെ കുറുകി കുറുകി കരയുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാവിൻ്റെ യാഗം ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. ദാരിദ്ര്യത്തെ കാണിക്കുന്നു. ഒരു ദരിദ്രൻ ഒരു പ്രാവിനെ കൊണ്ടുവന്ന യാഗം കഴിക്കുമ്പോൾ ദരിദ്രന്റെ പ്രാവിനെ ധനവാന്റെ കാളയെ പോലെ തന്നെ ദൈവം സ്വീകരിക്കും. ദൈവസന്നിധിയിൽ വ്യത്യാസമില്ല. ഒരു ദരിദ്രൻ ഒരു പ്രാവിനെ യാഗം അർപ്പിക്കുമ്പോൾ
ധനവാൻ കൊണ്ടുവന്നൊരു കാളയെ അർപ്പിക്കുമ്പോൾ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നുവോ അതുപോലെ തന്നെ ദൈവം ദരിദ്രന്റെ പ്രാവിനെയും കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഏത് ദരിദ്രനും പങ്കാളിയാകുവാൻ തക്കവണ്ണം താഴ്ത്തിക്കൊണ്ടുവന്നതാണ് ഈ രക്ഷ എന്നുള്ളത്. ആർക്കും പങ്കാളിയാകാം, ദരിദ്രനും പങ്കാളിയാകാം. ഈ രക്ഷ, ഈ കാൽവറിയിലെ യാഗത്തിൽ കൂടെയുള്ള വിടുതൽ, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെയുള്ള രക്ഷ ആർക്കും അടുത്തി എന്ന അനുഭവമാക്കാം. ഒരു കാളയെ കൊണ്ടുപോകുവാൻ നിർവാഹമില്ലെങ്കിൽ ഒരു കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുപോയി അർപ്പിച്ചാൽ, ഒരു ധനവാൻ ഒരു കാളയെ കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ ദൈവം എങ്ങനെ കൈക്കൊള്ളുന്നുവോ അതുപോലെ തന്നെ ദരിദ്രന്റെ പ്രാവിൻ കുഞ്ഞിനെയും കൈക്കൊള്ളുന്നവനാണ് ദൈവം. കാൽവരിയിൽ രക്ഷ ആർക്കും ചെന്ന് പ്രാപിക്കാൻ തക്കവണ്ണം ഈ ക്രൂശ് മരണത്താലുള്ള വിടുതൽ, കാൽവരി യാഗത്താലുള്ള വിടുതൽ ആർക്കും അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം മനുഷ്യർക്ക് നൽകി തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ സമ്പന്നനായിരുന്നു. നമ്മുടെ കർത്താവ് അവൻ സമ്പന്നനായിരുന്നു. എന്നാൽ നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. ഒരു ദരിദ്രനെ കർത്താവിന് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലായ്മകളുടെ വേദന ക്രിസ്തുവിന് മനസ്സിലാക്കുവാൻ കഴിയും. ദരിദ്രനെ അവന് തിരിച്ചറിയാം. കാരണം അവൻ ദരിദ്രനായി തീർന്നവനാണ്. നമ്മുടെ എല്ലാം അവസ്ഥയെ അവന് തിരിച്ചറിയാം. ക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ, ഒരു ദരിദ്രന്റെ അവസ്ഥ അവന് തിരിച്ചറിയാം. പൂർണ്ണ ഗർഭിണിയായ വിശുദ്ധ കന്യമറിയാമും യൗസേപ്പ് പിതാവും സീസറിന്റെ കൽപ്പന പ്രകാരം സെൻസസ് എടുക്കേണ്ടതിന് വേണ്ടി ബേത്ലഹേമിലേക്ക് നസ്രത്തിൽ നിന്നും പല മൈലുകൾ താണ്ടി യാത്ര ചെയ്ത് ബേത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. ഒരു സ്ഥലത്ത് ഇടം കിട്ടിയില്ല. ഏതോ വഴിയരികിൽ യേശുവിനെ പ്രസവിച്ചു. എത്രമാത്രം ദരിദ്രമായ അവസ്ഥ നാം ഓർക്കണം. എത്രമാത്രം ഇല്ലായ്മയുടെ അവസ്ഥയാണത്. പിതാക്കന്മാർ പറയുന്നത് ഒരു കല്ലുവെട്ടുകുഴിയുടെ മറവിൽ കല്ലിടാവിൽ യേശു ജനിച്ചു എന്നാണ്. ആ പിറന്നു വീഴുന്ന കുഞ്ഞിനെയും കൊണ്ട് ആ വഴിയിൽ എവിടെയോ പിറന്നു വീണ ആ യേശു കുഞ്ഞിനെയും കൊണ്ട് അമ്മയപ്പന്മാർ വഴിയമ്പലത്തിന്റെ വാതിലുകളിൽ മുട്ടി. അല്പയിടം തരുമോ, അല്പയിടം തരുമോ. സത്രം സൂക്ഷിപ്പുകാർ നോക്കി, വഴിയമ്പലക്കാരൻ നോക്കിയപ്പോൾ ഈ ദരിദ്രന്മാർ, വലിയ കിട്ടപ്പോഴൊന്നുമില്ല, ദരിദ്രർ ഒന്നും കിട്ടാനില്ല. അവർ ലാഭത്തിന് വേണ്ടിയല്ലേ കച്ചവടത്തിന് ഇരിക്കുന്നത്. അവരുടെ ബിസിനസ് അല്ലേ അത്. ഇവിടെ ഇടമില്ല, ആട്ടി വിട്ടു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ഒരു പശുക്കൂട്ടിൽ, ആ വൈക്കോലിലെല്ലാം ആ പുൽക്കൂട്ടിൽ ആ ശിശുവിനെ കടത്തുകയാണ്. ദരിദ്രാവസ്ഥയുടെ അങ്ങേയറ്റം. ജനിച്ച നാൾ മുതൽ ക്രിസ്തുവിന് സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നതായി നാം കാണുന്നില്ല. കർത്താവിന് സ്വന്തമായി ഒരു വാഹനമുള്ളതായി നാം കാണുന്നില്ല. ഒരാവശ്യം വന്നപ്പോൾ പത്രോസിന്റെ അനുവാദം ചോദിച്ച പടകിലേക്കൊന്ന് കയറേണ്ടി വന്നു. ഒരു കഴുതയുടെ പുറത്ത് കയറേണ്ടി വന്നപ്പോൾ വേറെ ആരുടെയോ കഴുതയെ ചോദിച്ചു വാങ്ങി അനുവാദം വാങ്ങിച്ച് കെട്ടഴിച്ചു കൊണ്ടുവരേണ്ടി വന്നു.
കരം കൊടുക്കാൻ കാശില്ല. പത്രോസ് പറഞ്ഞു, ടാക്സ് അടയ്ക്കണം, എടുത്തു കൊടുക്കാൻ പണമില്ല. പത്രോസ് പറഞ്ഞു, നീ ചൂണ്ടയെടുത്ത് കടലിലേക്ക് ചെല്ല്. നീ ചൂണ്ടയിടുമ്പോൾ നിന്റെ ചൂണ്ടയിൽ ആദ്യം കൊത്തുന്ന മത്സ്യം അതിന്റെ വാ തുറന്നാൽ എനിക്കും നിനക്കും കരം കൊടുക്കാനുള്ള പണം അവിടെയുണ്ട്. കാശിന് വകയില്ലാത്തവനായി ഈ ഭൂമിയിൽ നടന്നു. അവൻ വിശന്നു, അവൻ ദാഹിച്ചു. അവന്റെ ദരിദ്രാവസ്ഥ ഏത് ദരിദ്രനെയും അവനറിയാം. നമ്മുടെ ഇല്ലായ്മയുടെ അവസ്ഥയെ അവനറിയാം. നമ്മുടെ ദാരിദ്ര്യത്തെ മനസ്സിലാക്കിയവനാണ് അവൻ. അവൻ താഴ്ന്നിറങ്ങി വന്നവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മൾ നിമിത്തം, നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ആ കുറുപ്രാവാണ്, ഹോമയാഗത്തിന്റെ കുറുപ്രാവാണ് അവൻ. ഹോമയാഗത്തിന്റെ കുറുപ്രാവായി ഇറങ്ങി വന്നവനാണ്. അവന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അവൻ വിലയില്ലാത്തവനായിരുന്നു. അവൻ ആട്ടി മായ്ക്കപ്പെട്ടവനാണ്. അവനെ കൈക്കൊള്ളാൻ ആളുകളുണ്ടായിരുന്നില്ല. അവനെ സ്വീകരിക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. എല്ലാവരും അവനെ കൈവിട്ടു. ആരും അവന്റെ കൂടെ നിൽക്കാനുണ്ടായിരുന്നില്ല. ഗത്സമനിൽ വെച്ച് പിടിക്കപ്പെടുമ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാരും അവനെ വിട്ട് ഓടിപ്പോയി. എല്ലാവരും അവന് കൈവിട്ടു. സ്വർഗത്തിലെ ദൈവവും അവന്റെ കഷ്ടതയുടെ ഏറ്റവും പാരമ്പര്യസ്ഥിതിയിൽ സ്വർഗത്തിലെ ദൈവവും അവനെ കൈവിട്ടു. കാൽവരിയുടെ കൊലക്കളത്തിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലായി ക്രൂശിന്മേൽ നാട്ടപ്പെട്ട് കിടക്കുമ്പോൾ ആ അന്ധകാരത്തിനടിയിൽ കടന്നുകൊണ്ട് അവൻ അതിവേദനയോട് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. ഏലി ഏലി ലമ്മാ സബക്താനി. സഹായമറ്റ് കേഴുന്ന കുറുകിക്കരയുന്ന കുറുപ്രാവിന് സഹായാവസ്ഥ. ദൈവത്തിന് സ്തോത്രം. അവന്റെ ദരിദ്രാവസ്ഥ തീർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 22 മുതലുള്ളതായ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർത്തീകരിക്കുവാൻ പോയപ്പോൾ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോകുവാൻ തൻ്റെ ദരിദ്രാവസ്ഥയിൽ അവൻ നിവൃത്തിയില്ലാത്തവനായിരുന്നു. തൻ്റെ ദരിദ്രാവസ്ഥയിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 2 പ്രാവിൻ കുഞ്ഞുങ്ങളുമായിട്ടാണ് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നത്. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും 1 ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവന് കർത്താവിന് അർപ്പിപ്പാനും 1 ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്താണ് കർത്താവിന് ന്യായപ്രമാണം പറയുന്നത്? ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ ഈ ന്യായപ്രമാണം നിവൃത്തീകരിക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ വാങ്ങുവാൻ, ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോകുവാൻ അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. ഹോമയാഗത്തിനും പാപയാഗത്തിനുമായി കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുപോകണം. ആട്ടിൻകുട്ടിക്ക് വകയില്ല എങ്കിൽ, വകയുണ്ടെങ്കിൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകണം.
ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുവാനുള്ള വകയില്ല എങ്കിലാണ് പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുപോകേണ്ടത്. ഇവരുടെ പക്കൽ ആട്ടിൻകുട്ടിക്ക് വകയില്ലായിരുന്നു. ദരിദ്രാവസ്ഥ. ഈ തിരുവചനം മോശയുടെ ന്യായപ്രമാണത്തിൽ പറയും പ്രകാരം അത്രമാത്രം ദരിദ്രാവസ്ഥയിലായിരുന്നു അവൻ. ഓർക്കണം, ദൈവാലയത്തിലേക്ക് കൊണ്ടു ചെന്നു. ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവുള്ള ഒരു ശിമിയോൻ ഉണ്ടായിരുന്നു. ശിമിയോൻ പ്രാക്കുഞ്ഞിനെ കണ്ടില്ല. ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ കൊടുക്കാൻ കൊണ്ടുവന്നതായ പ്രാവിൻ കുഞ്ഞിനെ കണ്ടില്ല. ശിമയോൻ കണ്ടത് യേശു കുഞ്ഞിനെയാണ് കണ്ടത്. ശിമയോൻ യേശു കുഞ്ഞിനെ നോക്കി, എന്നാൽ മഹാപുരോഹിതൻ കയ്യിലുള്ള പ്രാവിനെ നോക്കി. ഒരു വലിയ പാഠമുണ്ട്, ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവുള്ളവർ ആരെ കാണും? യേശുവിനെ കാണും. ഇവൻ യേശു ഉള്ളവനാണോ? ഇവനിൽ ക്രിസ്തു ഉണ്ടോ? എന്നാൽ ആത്മാവില്ലാത്തവൻ എന്ത് കാണും? ഔദ്യോഗികമായി ശുശ്രൂഷ നിർവഹിക്കുന്നവൻ കയ്യിലുള്ള പ്രാവിനെ കാണും. ഒരു വലിയ സത്യമുണ്ട് അവിടെ. ആത്മാവുള്ളവൻ കയ്യിലുള്ള ക്രിസ്തുവിനെ കാണും. ആത്മാവില്ലാത്തവൻ കയ്യിലുള്ള വഴിപാട് കാണും. ഓർക്കണം, നമ്മൾ കൂട്ടായ്മയിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് ചെല്ലുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കൾക്ക് നമ്മുടെ ആത്മീയ അവസ്ഥ എങ്ങനെയാണ് തിരിച്ചറിയുക? ഒരു മാനസാന്തരം വന്നിട്ടില്ലല്ലോ, ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലല്ലോ, യേശു ഉള്ളവനായി മാറിയിട്ടില്ലല്ലോ. എന്നാൽ ഔദ്യോഗികമായി ശുശ്രൂഷ, ഔദ്യോഗികമായി ശുശ്രൂഷ ചെയ്യുന്നവൻ അവൻ എന്ത് തന്നു, എത്ര രൂപ തന്നു, അവൻ എന്തൊക്കെയാണ് തന്നത്, ഇതൊക്കെ കാണുള്ളൂ. പള്ളിക്ക് ഇന്നത് തന്നതാണ്, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് ഇന്നതൊക്കെ ചെയ്തു തന്നതാണ്, ഇന്ന കാര്യത്തിന് ഇന്ന ആവശ്യം വന്നപ്പോൾ അവരാണ് ചെയ്തു തന്നത്, അങ്ങനെയൊക്കെ കാണും. എന്നാൽ ശിമയോൻ ഈ മാതാവിൻ്റെ കയ്യിലുള്ള യേശു കുഞ്ഞിനെ കണ്ടു, കൈ നീട്ടി വാങ്ങി. മഹാപുരോഹിതൻ കയ്യിലുള്ള പ്രാവിനെ കണ്ടു. ശിമയോൻ കയ്യിലുള്ള യേശുവിനെ നോക്കി, മഹാപുരോഹിതൻ കയ്യിലുള്ള പ്രാവിനെ നോക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനിറവുള്ളവന് മാത്രമേ മശിഹായെ കാണുകയുള്ളൂ. ആത്മാവിൽ നിറഞ്ഞുവെങ്കിൽ മാത്രമേ എവിടെയായാലും മശിഹായെ കാണുകയുള്ളൂ. ഔദ്യോഗികമായി ശുശ്രൂഷ ചെയ്യുന്നവനെല്ലാം കയ്യിലുള്ള പ്രാവിനെയെ കാണാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ, ഇന്നത് സമ്പത്ത്, ഇതെല്ലാം കാണും. എന്നാൽ യേശു ഉള്ളവരെ കാണാൻ കഴിയണം. യേശുവിനെ കാണണം. ആത്മാവുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഇതിനെ അർപ്പിക്കേണ്ടത്? അപ്പോൾ ഈ പ്രാവിൻ കുഞ്ഞെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിസ്സഹായാവസ്ഥയെ കാണുന്നു, ദരിദ്രാവസ്ഥയെ കാണുന്നു. എങ്ങനെയാണ് ഇതിനെ അർപ്പിക്കേണ്ടത്? ഈ ഹോമയാഗത്തിന് പക്ഷികളിൽ ഒന്നിനെ യാഗമായി ഹോമയാഗം അർപ്പിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അർപ്പിക്കേണ്ടത്? അർപ്പകൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. 1-ാം അധ്യായം, ലേവ്യപുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ. പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞു കളയണം. അതിന്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീറിടുന്ന സ്ഥലത്തിടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഈ കാളകളെ യാഗം അർപ്പിക്കുമ്പോൾ അതിനെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. എന്നാൽ പക്ഷികളെ
മുറിക്കാൻ പാടില്ല, പിളർന്നാൽ മതി, രണ്ടാക്കരുത്. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളരണം. അബ്രാഹാം പക്ഷികളെ പിളർന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. പക്ഷികളെ രണ്ടാക്കരുത്, രണ്ടായി മുറിക്കരുത്, പക്ഷികളെ പിളർക്കണം. പുരോഹിതൻ അതിൻ്റെ തലയിൽ പിടിക്കണം, തലയിൽ കൈവയ്ക്കണം. യാഗവസ്തുവിൻ്റെ തലയിൽ കൈവയ്ക്കണം. അർപ്പകൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അതിൻ്റെ തലയിൽ കൈവയ്ക്കണം. കന്നുകാലികളെ അർപ്പിക്കുമ്പോഴും ആടുകളെ അർപ്പിക്കുമ്പോഴും നാം അത് ചിന്തിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ആ ജന്തുവിനോട് ഏകീകരിക്കുകയാണ്. പോരായ്മകളും അപര്യാപ്തതകളും എല്ലാം അതിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ യാഗങ്ങളൊന്നും, പഴയ നിയമ യാഗങ്ങളൊന്നും അവയിൽ തന്നെ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഓർക്കണം, ഈ പഴയ യാഗങ്ങളൊന്നും അവയിൽ തന്നെ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു വന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പുസ്തക ചുരുൾ എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരുവനുണ്ട്, അവനാണ് ക്രിസ്തു. ഈ യാഗങ്ങളൊന്നും ഈ പ്രാവിനെയോ പ്രാവിൻകുഞ്ഞിനെയോ ആടിനെയോ കോലാടിനെയോ കാളയെയോ യാഗമായി അർപ്പിക്കുമ്പോൾ ഈ യാഗങ്ങളൊന്നും അതിൽ തന്നെ ദൈവത്തെ തൃപ്തിപ്പെടുത്തിയിരുന്നവയല്ല. അതുകൊണ്ട് ഈ യാഗങ്ങളുടെ പ്രമാണങ്ങൾ എഴുതിയപ്പോൾ തന്നെ ന്യായപ്രമാണത്തിൽ പുസ്തകച്ചുള്ളിൽ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ന്യായപ്രമാണ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നവനാണ് ക്രിസ്തു. 32-ാം സങ്കീർത്തനം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ പഴയ നിയമ യാഗങ്ങൾക്കൊന്നും പാപങ്ങളെ തുടച്ചു നീക്കുവാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. 32-ാം സങ്കീർത്തനം 2-ാം വാക്യം, തുടച്ചു നീക്കുവാൻ അധികാരമുള്ളവൻ വന്ന് യാഗം കഴിക്കുവോളം ലംഘനങ്ങളെല്ലാം പഴയ നിയമ യാഗങ്ങളാൽ ഒന്നങ്ങ് മൂടി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മാറ്റിയിട്ടില്ല, ഒന്നങ്ങ് മറച്ചു വെച്ചു. 32-2 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അപ്പോൾ പഴയ നിയമ യാഗങ്ങളെല്ലാം പാപം മൂടി വെച്ച് ഒന്ന് ആരാധിക്കാനുള്ള, കഴുകിക്കളഞ്ഞല്ല, അവയ്ക്കൊന്നും പാപത്തെ തുടച്ചു നീക്കുവാനുള്ളതായ ശക്തി ഉണ്ടായിരുന്നില്ല. പാപം മറച്ചു വെച്ചുള്ളതായ ആരാധനയാണ് പഴയ നിയമ ആരാധന. എന്നാൽ നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ഞാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് പാപം മൂടി വെച്ചുകൊണ്ടുള്ളതായ ആരാധനയല്ല, തൽക്കാലത്തേക്ക് യാഗങ്ങൾ കൊണ്ട് ഒന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ളതായ ആരാധനയല്ല. നമ്മുടെ ആരാധന പാപം കഴുകിക്കളഞ്ഞുള്ളതായ ആരാധനയാണ് പുതിയ നിയമ ആരാധന. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാം കഴുകിക്കളയുവാൻ ഈ പഴയ നിയമ യാഗങ്ങൾ
പൂർത്തീകരിക്കുവാനായി യേശു വന്നു. ഇതെല്ലാം നിഴലാണ്. ഹോമയാഗം, ഹോമയാഗത്തിനായി അർപ്പിക്കുന്നതായ കാള, ഹോമയാഗത്തിനായി അർപ്പിക്കുന്നതായ ആട്ടുകൊറ്റൻ, അത് കോലാടോ ചെമ്മരിയാടോ പ്രാവോ പ്രാവിൻ കുഞ്ഞോ, ഇതെല്ലാം ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. പഴയ നിയമത്തിൽ അർപ്പിക്കുന്നതായ യാഗങ്ങൾ മൂലം തങ്ങളുടെ പാപങ്ങളെ മറച്ചു വെച്ച് പഴയ നിയമ ഇസ്രായേൽ ആരാധിച്ചുവെങ്കിൽ, അന്ന് പഴയ നിയമയാഗങ്ങളും പ്രമാണങ്ങളും എഴുതിയപ്പോൾ ന്യായപ്രമാണത്തിന്റെ പുസ്തക ചുരുളിൽ എഴുതപ്പെട്ട ഒരുവനുണ്ട്, അവനെല്ലാം നിറവേറ്റാൻ വന്നു. നമ്മുടെ എല്ലാം പാപങ്ങളെ കഴുകിക്കളയുവാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ഹോമയാഗം, ഹോമയാഗത്തിന് പ്രമാണങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഹോമയാഗത്തെക്കുറിച്ചുള്ളതായ ചിന്ത ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ദൈവം കൃപ തരുന്നുവെങ്കിൽ അടുത്ത രണ്ടാമത്തെ യാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 2-ാം അധ്യായം നമുക്ക് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ കർത്താവേ, കഴിഞ്ഞകാല പിതാക്കന്മാർ അവർ കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാത്തത്, അവർ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും കേൾക്കാത്തത്, ഞങ്ങൾക്ക് അത് കിട്ടുമോ എന്നവർ ആരാഞ്ഞു നോക്കി, നിങ്ങൾക്കായിട്ടല്ല എന്നാണ് അവർക്ക് ഉത്തരം കിട്ടിയത്. എന്നാൽ ഇന്ന് ഈ കൃപായുഗത്തിൽ ഇതെല്ലാം അനുഭവിക്കുവാൻ ഒരു കാളയെയോ ഒരു കാളക്കിടാവിനെയോ ഒരു ആട്ടുകൊറ്റനെയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടു ചെല്ലാതെ നമുക്ക് പകരമായി ഒരു അർപ്പിക്കപ്പെട്ടതുകൊണ്ട്, നമ്മളുടെ പാപങ്ങൾ മൂടി വെച്ചുകൊണ്ടല്ല, എന്നേക്കുമായി കഴുകിക്കളഞ്ഞ് ഞാനിനി ഓർക്കുക പോലുമില്ല എന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കിട്ട് കളഞ്ഞ്, ഏതെങ്കിലും ചില പാവങ്ങളെല്ലാമല്ല, സകല പാപവും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം ഈ യാഗപീഠത്തിലേക്ക് നമ്മെ തന്നെ അർപ്പിക്കുമ്പോൾ, പെസഹായാൽ പെസഹ ആടിനെ നീക്കിയ മശിഹ താൻ തന്നെ യാഗമായി തീർന്നു. നമ്മളെ തന്നെ യാഗമായി കൊടുക്കണം. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇന്ന് ഈ സമയത്ത് നമ്മെ തന്നെ, ഈ സൂമിലായിരിക്കുന്ന ഓരോരുത്തരും നമ്മെ തന്നെ ഒരു യാഗവസ്തുവായി അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യം തോന്നുന്നെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായിട്ടൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്നേഹവാനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വരെ നീ അടിയങ്ങളോട് ഇടപെട്ട പൊന്നുകൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളുടെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ അവസാനം തുള്ളി രക്തവും അടിയങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്ന ആ സ്നേഹത്തെ അടിയങ്ങൾ ധ്യാനിക്കുന്നു കർത്താവേ. ആ സ്നേഹത്തിന് മുമ്പിൽ അടിയങ്ങൾ താഴ്ന്നു കർത്താവേ. അപ്പോൾ അടിയങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി അവിടുത്തെ ആണിപ്പാടുള്ള മുറിഞ്ഞ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന ദൈവം അങ്ങനെ കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ അടിയങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കുമായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, എല്ലാ കൃപകൾക്കുമായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലതും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിൻ്റെ നാം താഴ്മയോടെ യാചിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ആമീൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾക്ക് നന്നായി അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ആത്മാവിന് ഒരു ഗുണവുമില്ലല്ലോ കർത്താവേ. ഞങ്ങളെ തന്നെ യാഗമായി സമർപ്പിക്കാൻ, ഞങ്ങൾ അറിഞ്ഞ സുവിശേഷ സത്യത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ കർത്താവേ, അങ്ങയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും ഞങ്ങളുടെ ഉള്ളത്തിൽ അപ്പനോടുള്ള സ്നേഹം വർദ്ധിച്ച് വരുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ വേല ചെയ്യാനുള്ള കൊതി ഞങ്ങളിലേറി വരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് മടങ്ങി വരുന്ന ഞങ്ങളെ ചേർക്കുവാൻ, ഞങ്ങൾ മടങ്ങി വരുന്ന ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുന്നതോർത്ത് സ്തോത്രം.
എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഒരു യാഗവസ്തുവായി സമർപ്പിക്കുന്നു. എല്ലാം മുഖത്തോട് എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.